അയോധ്യ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ BJPയുടെ സംഘപരിവാറിൻ്റെ ട്രംപ് കാർഡായിരുന്നു. ഇന്ത്യ രാജ്യത്ത് അധികാരം പിടിക്കാൻ രാമനും രാമൻ്റെ ചിത്രവും രാമൻ്റെ കഥകളും ഉപയോഗിച്ച് രാമൻ്റെ ക്ഷേത്രം ഒരു ടാർഗറ്റാക്കി. അയോധ്യയിലെ ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്താണ് രാമജന്മഭൂമി എന്ന് ഞങ്ങളുടെ വിശ്വാസം, അതാണ് ശരിയെന്ന് ഒരുപാട് ഇടപെടലുകളിലൂടെ അംഗീകരിച്ച് എടുക്കുകയും അങ്ങനെ അവിടെ ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രം പണിയുന്നതിൻ്റെ ഭാഗമായി വലിയൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ്, അല്ലെങ്കിൽ പാർട്ടിയാണ് BJP. സംഘപരിവാർ അതിനുവേണ്ട എല്ലാ അണിയറ പ്രവർത്തനവും ചെയ്തു. നമുക്കറിയാം 1990കളുടെ ആദ്യത്തിൽ അദ്വാനി നടത്തിയ രഥയാത്ര, ലാൽകൃഷ്ണ അദ്വാനി ഇന്ത്യയിൽ മുഴുവൻ രഥയാത്ര നടത്തി വർഗീയ വിഷം നാട്ടിലാകെ പടർത്തി. ഒടുവിൽ 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബാബറി മസ്ജിദ് പ്രധാന വിഷയമായി, സാമ്പത്തിക വിഷയമോ മറ്റൊരു വിഷയവും ഇല്ലാതായി. അതിലേക്ക് ഫോക്കസ് വന്നു. വലിയ തോതിലുള്ള വർഗീയ വിഭജനം ഇന്ത്യ രാജ്യത്ത് നടന്നു. അതിൻ്റെ ലാഭമാണ് ആ പ്രോസസ്സാണ് BJPക്ക് വലിയ തോതിൽ അധികാരത്തിൽ വന്നത്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ അവർക്ക് അത് അത്ര കൊണ്ടില്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ കൗബെൽറ്റ് നമ്മൾ പറയുന്ന പ്രദേശത്ത്, ഇപ്പോൾ UP ആയാലും ബീഹാർ ആയാലും മധ്യപ്രദേശ് ആയാലും ഹരിയാന ആയാലും രാജസ്ഥാൻ ആയാലും ഡൽഹി ആയാലും ആ ഒറ്റ ബെൽറ്റിൽ കൃത്യമായി ഇത് ഏറ്റു. അങ്ങനെയാണ് രാമൻ പ്രധാന നായകനായി ഇവര് കൊണ്ടുവന്നത്. അസ്ത്രമേന്തിയ രാമൻ, ശത്രുക്കളെ കൊല്ലുന്ന രാമൻ. യഥാർത്ഥത്തിൽ രാമൻ അങ്ങനെ ശത്രുക്കളെ കൊല്ലുന്ന രാമനൊന്നുമല്ല. രാമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമാധാനവാദിയായ, അദ്ദേഹം ഒരിക്കൽ മാത്രമേ ആയുധം എടുത്തിട്ടുള്ളൂ. അത് ഒരിക്കൽ എടുത്തത് തെറ്റായൊരു കാര്യത്തിന്, ശംഭുകനെ കൊല്ലാനാണ്. പിന്നെ ആയുധം എടുത്തതിനാണ്. ഏതായാലും RSS ഇത് നന്നായി ക്യാപിറ്റലൈസ് ചെയ്തു. മോഡി 2014 അധികാരത്തിൽ വന്നു. 19 ആവുമ്പോഴേക്കും അവിടെ രാമക്ഷേത്ര പണിയുടെ വലിയ വലിയ സംഗതികളൊക്കെ വന്നു. 2020 അവിടെ തറക്കല്ലിട്ടു. 2024 പ്രാണപ്രതിഷ്ഠ നടത്തി. ഈ 2 ചടങ്ങിലും, തറക്കല്ലിടൽ മുതൽ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള എല്ലാ ചടങ്ങിലും നിർണായകമായ പങ്ക് വഹിച്ച് യജമാന സ്ഥാനം. അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഒരു യാഗമൊക്കെ നടക്കുമ്പോൾ യജമാനുണ്ട്. പണ്ടൊക്കെ രാജാവാണ് യജമാനാവുക. ഇവിടെ ഇപ്പോൾ രാജാവായിട്ടാണ് മോഡി വന്നത്. യഥാർത്ഥത്തിൽ മോഡി അങ്ങനെ യജമാനാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. മതേതര ഇന്ത്യയുടെ ഭരണാധികാരിയാണ് താനെന്ന കാര്യം മറന്ന് രാമനാണ് ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത്. രാമനെതിരെ പറയുന്നത് ഒരു രാജ്യദ്രോഹമാണ്. രാമനെ ദൈവമായി അംഗീകരിക്കാത്തവരൊക്കെ രാജ്യദ്രോഹികളും ഇന്ത്യക്ക് പുറത്തു പോകേണ്ടവരുമാണ് എന്ന രൂപത്തിലുള്ള വൃത്തികെട്ട പ്രചരണം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കൊണ്ടുവരികയും അത് അപരമര മതവിദ്വേഷം കൊണ്ടുവരികയും ഇസ്ലാമോഫോബിയ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. 2019 അത് വിജയിച്ചു. അങ്ങനെ 2024 പ്രാണപ്രതിഷ്ഠ നടത്തി. പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ഇവരുടെ വിശ്വാസം എന്തായിരുന്നു? വലിയ തോതിൽ ഇതോടുകൂടി BJP അധികാരത്തിൽ ശക്തി കൂടും. പക്ഷേ എന്താ UPയിൽ സംഭവിച്ചത്? അയോധ്യ നിൽക്കുന്ന UPയിൽ 2024 തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചടി BJPക്ക് കിട്ടി. ചെറിയ തിരിച്ചടിയൊന്നുമല്ല. അവർ 71 സീറ്റാണ് അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെങ്കിൽ ലോക്സഭാ സീറ്റിൽ അവസാനം അത് 38 സീറ്റിലേക്ക് അത് കുറഞ്ഞു. 42 സീറ്റ്, കൂടുതൽ സീറ്റ് പിടിച്ചത് പ്രതിപക്ഷ മുന്നണിയാണ്. അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇന്ത്യ മുന്നണിയാണ്. ആ മുന്നണിയെ പിടിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും നിർണായകം ഈ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ അവർ വലിയ വിജയം നേടി. ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും BJP പരാജയപ്പെട്ടപ്പോൾ ചില സൂചനകൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന്, രാമനെ കൊണ്ട് ഇനി അധികകാലം ചെലവ് കഴിയാൻ പറ്റില്ല. രാമൻ ഇനി അത്ര വലിയ എടുക്കുന്ന ചീട്ടല്ല. രാമൻ മാത്രം പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ കൂടെ വന്ന് വോട്ട് ചെയ്യില്ല. മാത്രമല്ല, ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്ന ഫൈസാബാദിൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വിശ്വാസമില്ല. അവർ രാമൻ്റെ ഒരു പണി നോക്കിയിട്ടില്ല. രാമനെ നോക്കിയല്ല അവർ വോട്ട് ചെയ്തത്. അവർ വോട്ട് ചെയ്തത് അവിടുത്തെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, അവിടെ തന്നെ ഒരുപാട് രാമക്ഷേത്രങ്ങൾ ഇവർ നശിപ്പിച്ചു എന്ന് അവിടെ പരാതിയുണ്ട്. കാരണം മറ്റ് രാമക്ഷേത്രം ഉണ്ടായാൽ ഈ പള്ളിയിലാണ് രാമക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു മതനേതാവിൻ്റെ രീതിയിൽ ഇത് ഇടപെട്ടു. മാത്രമല്ല, ഈ രാമന് എന്താ പറയുക, തറക്കല്ലിടുന്നത് മുതൽ അതിൻ്റെ ട്രസ്റ്റ് രൂപീകരണം അടക്കം ഇതുവരെ രാമക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും മോഡി നേരിട്ടായിരുന്നു. ഇപ്പം നൃപേന്ദ്ര മിശ്ര എന്ന് പറയുന്ന ക്യാബിനറ്റ് സെക്രട്ടറി,
ഉള്ളതാണ് ഇതിന്റെ ട്രസ്റ്റിന്റെ പ്രധാന ചുമതലക്കാരനായി വെച്ചത്. അപ്പോൾ RSSനും ഒരുപക്ഷെ യോഗിക്കും അതിൽ അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുണ്ടാവാം. കാരണം മോഡി RSSനേക്കാൾ വലുതായി വരുന്ന, ലാർജർ ദാൻ എന്ന് പറയുന്ന ഒരു സൈസിലേക്ക് വരുന്നു എന്ന് RSS ഭയപ്പെട്ടിട്ടുണ്ടാവാം. RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾ ഭയങ്കര ത്യാഗികളാണ് എന്നാണല്ലോ പറയുക. ആ ത്യാഗം എന്നൊക്കെ അപ്പുറത്ത് അവരുടെ എന്താ പറയുക കാപട്യം ഇപ്പൊ ആളുകൾ പലതും തിരിച്ചറിയുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ ഓരോന്നിലായിട്ട് പോകുന്നില്ല. അപ്പോൾ മോഡി RSSനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. 2 ചോദ്യങ്ങളുണ്ട് യോഗിക്ക്. ഒന്ന്, യോഗി മുഖ്യമന്ത്രിയാണ്. യോഗി അടുത്ത വർഷം ആദ്യം ഇലക്ഷൻ നേരിടാൻ പോകും, അല്ലെങ്കിൽ ഈ വർഷം അവസാനം ഇലക്ഷൻ നേരിടുമ്പോൾ യോഗിയുടെ പ്രശ്നം എന്താ? യോഗിക്ക് അവിടെ വലിയ വിജയം നേടണം. വലിയ വിജയം നേടിയില്ലെങ്കിൽ യോഗി പോകും. എന്താ കാര്യം? യോഗി ഒരു പക്ഷേ മോഡിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് സ്വയം യോഗി ഉദ്ദേശിക്കുന്നത് താൻ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സംഘപരിവാർ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, എങ്ങനെ കാണണമെന്ന് അറിയില്ല. അവസാനം തീരുമാനം എങ്ങനെ വരുന്നുള്ളൂ നമുക്ക് ആലോചിക്കാം. പക്ഷെ മോഡി അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിലൊന്നും യോഗിയെ തൊടിയിച്ചില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പൊ വലിയ തോതിൽ അവിടെ കൊള്ള നടന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കും. ഇവരുടെ തന്നെ ചില ആളുകളുടെ നിന്ന് പുറത്തു വന്നു. പ്രതിപക്ഷം വളരെ ശക്തമായി ഇടപെട്ടു, മാധ്യമങ്ങൾ ഇടപെട്ടു. കോടാനുകോടി രൂപയുടെ സ്വത്ത് അയോധ്യയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ കൊണ്ടുകൊടുത്ത സ്വത്ത് പോയി, കളവ് പോയി, കാണാനില്ല. പൈസ വണ്ടമാനം അടിച്ചു മാറ്റിപ്പോയി. സ്വത്ത് പലരും കൊടുത്ത സാധനമൊന്നും കാണാനില്ല. ശബരിമല കൊള്ളയൊക്കെ വളരെ എന്താ പറയുക, ഇത് നോക്കുമ്പോൾ ചെറിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ ശബരിമല കൊള്ളയെ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഇവിടെ ശബരിമല കൊള്ളയിൽ ഇപ്പം മിണ്ടുന്നില്ല BJP. കാരണം ഇനി ഇത് മിണ്ടിയാൽ മറ്റേത് തോന്നും, അതുകൊണ്ടായിരിക്കും. എന്തായാലും ശബരിമല കൊള്ളയൊക്കെ വെല്ലുന്ന, അതും ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയുമുള്ള ഒരു സ്ഥലമാണ് അയോധ്യ, ഈ രാമലെല്ലാം പറയുന്ന സ്ഥലം. അവിടെ ഈ കൊള്ള മുഴുവൻ കൊണ്ടുപോയി. ഇപ്പൊ അപ്പം യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗിയാണ് ക്രമസമാധാനയുടെ ചുമതല. യോഗി ഉടനെ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. യോഗിയുടെ പഴയ ചുരുക്കം ലേശം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് SIT വെച്ചു. അന്വേഷിച്ചു വന്നപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്താ കാര്യം? അവിടെ നിന്ന് വലിയ തോതിൽ പണം പോയി. അവിടെ നിയമിച്ച ആളുകളെ സംബന്ധിച്ച തർക്കങ്ങളുണ്ട്. നിർബന്ധ മിശ്രയും അയാൾ വേറെ ആൾ, കൂടെയുള്ള ആൾ ലവഘോഷ മിശ്ര എന്നൊക്കെ പറഞ്ഞ ചില ആളുകളൊക്കെ അവിടെ വലിയ തോതിൽ അതിൽ ഇടപെട്ടു. CCTV ദൃശ്യങ്ങളൊന്നും കാണാണ്ടായി പലതും. മാത്രമല്ല അവിടെ നിയമിച്ച ഈ SBIയുടെ 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പക്ഷേ ആ ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ SBI നിയമിച്ചതല്ല, ഇതിലെ ചില ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പലരും ഇപ്പോൾ കിട്ടിയ വീഡിയോയിൽ തന്നെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട്, സ്വർണത്തിന്റെ അത് ഇതൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ട് മുണ്ടിന്റെ ഇടയിലൊക്കെ തിരികെ കൊണ്ടുപോകുന്നത് കണ്ടു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJP എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഹിന്ദു ക്ഷേത്രത്തിൽ എന്തിനാ സർക്കാർ ഇടപെടുന്നേ എന്ന് ചോദിക്കാറുണ്ട്. ശബരിമലയിൽ എന്തിനാ, തിരുപ്പതിയിൽ എന്തിനാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ശബരിമലയിലും തിരുപ്പതിയിലും ഒക്കെ സർക്കാർ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഹൈക്കോടതിക്ക് അവിടെ ഇടപെടാൻ കഴിഞ്ഞത്. സർക്കാരിന് നിയന്ത്രണമുള്ള ശബരിമല ഇടപെടുന്നത്, തിരുപ്പതിയിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇടപെടുന്നത്. കാരണം അവിടെ സർക്കാരിന്റെ മേൽനോട്ടമുണ്ട്, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ശ്രീരാമക്ഷേത്രത്തിൽ ഒരു സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല. എന്നാൽ മോഡിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് മോഡി വെച്ച ആളുകളാണ്. അപ്പോ ഇത് ഇനി എവിടെ അക്കൗണ്ടബിൾ ആവുമോ? ഇപ്പൊ കേന്ദ്ര ഏജൻസി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലർ പോയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി വെച്ച ഈ കേസ് കാണാണ്ടാവും. കാരണം മോഡി അമിത്ഷായെ നിയന്ത്രിക്കുന്ന കേന്ദ്ര അന്വേഷണ സംഘം വന്നാലേ അവിടെ അങ്ങനെ കാശൊന്നും പോയിട്ടില്ല എന്ന് പറയുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പിയൂണിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ക്ലർക്കിനെയോ പിടിച്ച് ജയിലിലാക്കുകയോ, അല്ലെങ്കിൽ കാശ് എണ്ണുമ്പോൾ അവിടെ ചായ കൊണ്ടുകൊടുത്തവനെ പിടിച്ച് ജയിലിലാക്കുകയോ ഒക്കെ ചെയ്യും. കാശ് എണ്ണുന്നവർക്ക് ചായ കൊണ്ടുകൊടുത്ത ആളുണ്ടല്ലോ, അവനൊക്കെയാണ് ഇത് കൊണ്ടുപോയി എന്ന് പറയും. യഥാർത്ഥത്തിൽ സത്യം തെളിയില്ല. മോഡി ചിലപ്പോൾ സത്യം തെളിയിച്ച്, യോഗി ചിലപ്പോൾ സത്യം തെളിയിച്ചേക്കും. അത് തെളിഞ്ഞാൽ മോഡിക്കും മോഡിയുടെ കൂടെ നിൽക്കുന്നവർക്കും വലിയ പ്രശ്നമാണ്. അത് മോഡിയുടെ ഇതിനെ വെല്ലുവിളിച്ചേക്കാം. മാത്രമല്ല, ഈ രാമക്ഷേത്രം ഇന്ത്യയിൽ മുഴുവൻ ഇത്ര ഇതുണ്ടാക്കി, അതിലുള്ള വിശ്വാസം ഇത്രയും കൊണ്ടുവന്ന് ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഇതുണ്ടല്ലോ, ആ വലിയ പ്രഭ, അത് തകർന്നു പോയി വിശ്വാസികൾ. ഇവിടെയാണ് RSSന്റെ പ്രശ്നം. കാരണം RSSന്റെ ക്യാപിറ്റലാണത്. ഈ രാമനെ പറഞ്ഞില്ലെങ്കിൽ RSSന് വേറെന്താ പറയുക? ഹിന്ദുത്വം രാമനും അല്ലേ പറയുക. മാത്രമല്ല അവരുടെ വലിയൊരു മുദ്രാവാക്യമുണ്ട്, ഇനി മറ്റേ കാശി മധുര ബാക്കി ഹേ എന്ന്. ഇനി ഇതുപോലെ അവിടെ ചെയ്യാൻ പോവാ. നാട്ടുകാർ കൈവയ്ക്കുക അവിടെ ചെന്നാ. ഈ അയോധ്യയിലെ പോലെ തട്ടിപ്പ് നടത്താനോട് ഇങ്ങോട്ട് വരണേന്ന് ചോദിക്കും. അത് കാശിയിൽ MP പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാശിയിലൊക്കെ ഇനി ഈ കാര്യം പറഞ്ഞെങ്കിൽ ചെല്ലാൻ പറ്റുമോ? ഇമാതിരി തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ, നിഷ്കാമ കർമ്മികളാണ് RSSകാർ, സംഘകാലക്കാരെന്ന്
ഇപ്പൊ RSS പറഞ്ഞു ഹിന്ദുക്കൾ എന്താ പറയുക ഇതായിട്ടിരിക്കണം. മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന് നിരന്തരം പ്രചരിപ്പിച്ച് കൊള്ളയടിച്ചിട്ടുണ്ടാവും. എല്ലാ ചക്രവർത്തിമാരും ക്ഷേത്രം കൊള്ളയടിച്ചിട്ടുണ്ട്, ഹിന്ദു ചക്രവർത്തിമാരും അടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ കൊള്ള ആധുനിക ജനാധിപത്യ യുഗത്തിൽ മോഡി ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ നടന്നെങ്കിൽ ഇനി വേറെ സ്ഥലത്ത് ഇതേപോലെ ഒരു പരിപാടിക്ക് ആൾ സമ്മതിക്കുമോ? RSSന്റെ ടെൻഷൻ അതാണ്. ഇനി രാമന്റെ പേര് പറഞ്ഞ് ചെന്നാൽ അടിച്ചു മാറ്റിയ കാശ് എവിടെ, സീതയുടെ മാല എവിടെ, അല്ലെങ്കിൽ മറ്റേ ലക്ഷ്മണന്റെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ചു പറയില്ല ആളുകൾ. അത് പോയി. അതുകൊണ്ട് മോഡിയും യോഗിയും തമ്മിലുള്ള സംഘർഷം കൂടും. RSSന് മോഡിയെ അധികകാലം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.